ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബിഗ് ബോസിൽ ഈ പ്രാവശ്യം എന്തായാലും ഇതിൻ്റെ 100ാമത്തെ ദിവസം ചിലപ്പോൾ നമ്മൾ വഴക്ക് കാണേണ്ടി വരും. അത്തരം ഒരു സീസണാണിത്. എന്തിനും ഏതിനും വെറുതെ വഴക്കിടുന്ന കുറേ ടീം അംഗങ്ങൾ ഇപ്പോൾ വീണ്ടും വഴക്കായിരിക്കുകയാണ്. ഇന്നത്തെ ടാർഗറ്റ് മൊത്തം അനുമോൾക്കെതിരായിട്ടാണ് എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം അനുമോൾ എന്ന് പറയുന്ന വ്യക്തി കാണിക്കുന്ന ചില മിസ്റ്റേക്കുകൾ ഉണ്ടില്ല എന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല. എന്നാൽ ആ പിണങ്ങിയിരിക്കുന്ന കാരണം ബസ്സിൽ കഴുകാൻ അവർ വിളിച്ചിട്ട് പോലും ആ സമയത്ത് തന്നെ ചെന്ന് കഴുകി കൊടുക്കുന്നില്ല. ഞാൻ രാത്രിയിൽ നിങ്ങളെല്ലാം എടുത്തിട്ടോ രാത്രി ഞാൻ കഴുകിക്കോളാം എന്ന് പറയുന്നു. അതല്ല എൻ്റെ ശരി. കാരണം ഒരു കിച്ചണിൽ പാചകം ചെയ്യുന്ന സമയത്ത് അവിടെ പല പാത്രങ്ങളും കഴുകേണ്ടതായിട്ട് വരും. അതൊക്കെ ആ പ്രോപ്പർ ടൈമിൽ കഴുകി കൊടുക്കുക തന്നെ വേണം. അത് അനുവിൻ്റെ ഭാഗത്ത് തെറ്റും അനുവിൻ്റെ ഒരു പിടികാശിയാണ്. അത് അത്ര നല്ലതല്ല. ഇതിനകത്ത് പക്ഷേ അനുവിനെ ഇത്രയും ട്രിഗർ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ആദിലയാണ്. ആദിലെ പിരികേറ്റി വിടുന്നത് ഷാനവാസും. പിന്നെ ഈ ഒരു പ്രശ്നത്തിൽ അതിൻ്റെ ചോര കുടിക്കാനായിട്ട് നടക്കുന്നത് അക്ബറുമാണ്. നെവിൻ എന്താണെന്ന് അറിയത്തില്ല. നെവിൻ 2 ദിവസം കൊണ്ട് ഏറ്റവും ബിഗ് ബോസ് പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്നിട്ടും പ്രേക്ഷകരുടെ വിധിപ്രകാരമാണ് അനുമോൾ നിൽക്കുന്നതെന്നുള്ളത് പറഞ്ഞല്ലോ. അനുമോളും നെവിനും അങ്ങനെ തന്നെ. അപ്പോൾ അത് നെവിനിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. കാരണം അനുമോൾക്കെതിരെ ട്രിഗർ ചെയ്തതാവാം ആര്യൻ പോകുന്നതെന്നൊരു ചിന്താഗതി നെവിനിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാവാം 2 ദിവസം കൊണ്ട് നെവിൻ വലുതായിട്ട് ട്രിഗർ ആക്കുന്നില്ല. പിന്നെ ഇന്ന് രാവിലെ ഇവരുടെ മോർണിംഗ് ടാസ്കിലാണെങ്കിലും അനുമോള് മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയേക്കുന്നതും അത് എത്ര സ്ട്രഗിൾ ചെയ്താണ് ഉണ്ടാക്കിയേക്കുന്നത് ഇതിനെക്കുറിച്ചുള്ളൊരു കാര്യമായിരുന്നു പറയേണ്ടത്. അതിലും അനുമോളുടെ ഫാമിലി ലൈഫിനെ കുറിച്ചും അല്ലെങ്കിൽ അനുമോൾക്ക് ഇപ്പോൾ ഉള്ള എക്സ്പെൻസിനെ കുറിച്ചും ഒക്കെ ചേച്ചിക്ക് വരെ വീട് വാങ്ങിച്ചു കൊടുത്തേക്കുന്ന അനുമോളാന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ലോൺ അടയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ നെവിൻ്റെ ഫേസിലൊരു ചെറിയ മാറ്റം നമ്മൾ കണ്ടു ലൈവിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശക്തമായ വാണിംഗ് കിട്ടിയിട്ടുണ്ടല്ലോ എടുത്ത് പുറത്ത് കളയുന്നുള്ളൂ. അതുകൂടെയൊക്കെ ആവും നെവിൻ ട്രിഗർ ചെയ്യാതിരിക്കുന്നത്. പക്ഷേ അക്ബർ വീണ്ടും ഇങ്ങനെ ആ ഒരു അഗ്രസീവായിട്ട് തന്നെ നിൽക്കുകയാണ്. എവിടെ ഒരു അവസരം കിട്ടുന്നു അതിനപ്പുറം ഇന്ന് സാബുമാനും ഉണ്ട്. സാബുമാനും ഈ പറഞ്ഞോട്ട് പയറിൻ്റെ വിഷയമുണ്ട്. പിന്നെ സാബുമാനെ നെവിൻ പറഞ്ഞിരുന്നു ഇവൻ നാരദനാണെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ തന്നെ പറഞ്ഞ കാര്യമാണ്. പ്രേക്ഷകർക്കെല്ലാം അറിയാം സാബുമാൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. ആദ്യമൊക്കെ പാവമായിട്ട് നിന്നിട്ടെങ്കിലും പക്ഷേ അവിടെ കിട്ടുന്ന ഇവിടെ പറഞ്ഞ് ഇവിടെ കിട്ടുന്ന അവിടെ പറഞ്ഞ് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ശരിയാണ് നാരദൻ എന്ന് പറഞ്ഞത്. അപ്പം അത് പറഞ്ഞതും അനുമോൾ അന്നേരം അത് ശരിയെന്ന് പറഞ്ഞതും സാബുമാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സാബുമാനും ഇങ്ങനെ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും, നെവിനും വലുതായിട്ടില്ല എങ്കിലും അവിടെ ഇവിടെ പോയി അക്ബറിനോട് പറയുന്നുണ്ട്, ബാക്കി എല്ലാവരും അനുമോൾക്കെതിരെ തന്നെ മാറിയിരിക്കുകയാണ്. ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരാൾ ആദിലയാണ്. ആദില ഒരു വല്ലാത്ത ചൊറയാണ് കേട്ടോ. ഇങ്ങനെ ചൊറിഞ്ഞ് നടക്കാനായിട്ടോ സമ്മതിക്കണം ഇതിനെയൊക്കെ.